ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ബംഗ്ലാദേശിൽ നിന്നും ചികിത്സയ്ക്കായി ഇന്ത്യയിലെത്തുന്നവർക്ക് മെഡിക്കൽ വിസ ആരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അർബുദ അതിജീവിതർ പ്രതിസന്ധികൾ നേരിടാൻ സമൂഹത്തിന് പ്രചോദനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലബാർ മേഖലയിലെ +1 സീറ്റ് വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പ്രതിപക്ഷം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. മലപ്പുറത്ത് ഇന്ന് ചുവപ്പ് ജാഗ്രത. 7 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ്. മത്സ്യബന്ധനത്തിന് വിലക്ക്. 2020 ലോകകപ്പ് സൂപ്പർ 8-ൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം വിവിധ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ആരോഗ്യം, ബഹിരാകാശം, റെയിൽവേ, ദുരന്ത നിവാരണം, സമുദ്ര സമ്പദ്വ്യവസ്ഥ, ഫിഷറീസ് തുടങ്ങിയ മേഖലകളിലെ സഹകരണം ലക്ഷ്യം വെച്ചുള്ള ധാരണാപത്രങ്ങളാണ് ഇവ. ചികിത്സയ്ക്കായി ഇന്ത്യയിലെത്തുന്ന ബംഗ്ലാദേശിലെ ജനങ്ങൾക്ക് മെഡിക്കൽ വിസ ആരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പൊതുക്ഷേമത്തിനായി സുപ്രധാന പദ്ധതികൾ പൂർത്തിയാക്കാൻ ഇരു രാജ്യങ്ങളും യോജിച്ചു പ്രവർത്തിച്ചതായി അദ്ദേഹം അറിയിച്ചു. ബംഗ്ലാദേശിന്റെ എക്കാലത്തെയും വിശ്വസ്ത പങ്കാളിയാണ് ഇന്ത്യയെന്ന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പറഞ്ഞു. രാജ്യത്ത് പരീക്ഷകളുടെ സുതാര്യവും സുഗമവുമായ നടത്തിപ്പ് ഉറപ്പാക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ച് വിദ്യാഭ്യാസ മന്ത്രാലയം. പരീക്ഷാ പ്രക്രിയയുടെ പരിഷ്കരണം, വിവരസുരക്ഷാ മാനദണ്ഡങ്ങൾ മെച്ചപ്പെടുത്തൽ, ദേശീയ പരീക്ഷാ ഏജൻസിയുടെ പ്രവർത്തനം എന്നിവ സംബന്ധിച്ച് സമിതി ശുപാർശകൾ സമർപ്പിക്കും. വിഷയത്തിൽ 2 മാസത്തിനകം മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. ISRO മുൻ ചെയർമാൻ കെ രാധാകൃഷ്ണൻ സമിതിക്ക് നേതൃത്വം നൽകും. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MP-മാർ സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്സഭാ സ്പീക്കർ തിരഞ്ഞെടുപ്പ് 26-ന് നടക്കും. 27-ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. അർബുദത്തെ അതിജീവിച്ചവർ പ്രതിസന്ധികളെ നേരിടാൻ സമൂഹത്തിന് പ്രചോദനമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ തലശ്ശേരിയിൽ നടന്ന അമൃതം പരിപാടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അർബുദത്തെ അതിജീവിച്ചവർക്ക് അവരുടെ അനുഭവങ്ങളും സന്തോഷവും പങ്കുവയ്ക്കാനുള്ള വേദിയായ അമൃതം സംഗമം അർബുദ ചികിത്സ തേടുന്നവർക്ക് ആത്മവിശ്വാസം പകരുന്നതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ അർബുദ ചികിത്സയിലും ഗവേഷണത്തിലും നയരൂപീകരണത്തിലും നേതൃത്വപരമായ പങ്കുവഹിക്കാൻ മലബാർ ക്യാൻസർ സെന്ററിന് കഴിഞ്ഞതായി മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് നെല്ല് സംഭരണത്തിൽ ആധാർ അധിഷ്ഠിത ബയോമെട്രിക് സംവിധാനം കൊണ്ടുവരുമെന്ന് മന്ത്രി GR അനിൽ. സബ്സിഡി ഉൾപ്പെടെയുള്ളവയിൽ ബയോമെട്രിക് സംവിധാനം ആലോചനയിലുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. 10ഓളം മെഡിക്കൽ സ്റ്റോറുകൾ സപ്ലൈകോ മെഡിമാർട്ട് എന്ന പേരിൽ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. നമുക്ക് 87 മെഡിക്കൽ ഷോപ്പാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് ഓരോ ജില്ലയിലും കുറച്ചുകൂടെ മെച്ചപ്പെട്ട സൂപ്പർ മാർക്കറ്റ് മോഡലിലുള്ള മെഡിക്കൽ ഷോപ്പുകൾ, എല്ലാ ഉൽപ്പന്നങ്ങളും സർജിക്കൽ ഉൽപ്പന്നങ്ങളടക്കം ലഭ്യമാകുന്ന തരത്തിലുള്ള ശ്രദ്ധേയമായ മെഡിക്കൽ കോളേജ് പോലെയുള്ള ഹോസ്പിറ്റലിന്റെ പരിസരത്ത് തന്നെ കണ്ടെത്തി ആ നിലയിൽ കുറച്ചുകൂടെ ജനങ്ങൾക്ക് സഹായമാകുന്ന തരത്തിലേക്ക് മാറ്റാൻ വേണ്ടിയാണ്. ഇപ്പം മെഡിക്കൽ ഷോപ്പിന്റെ കാര്യത്തിലാണെങ്കിലും പെട്രോൾ പമ്പിന്റെ കാര്യത്തിലാണെങ്കിലും സപ്ലൈകോ ലാഭത്തിലാണ്, നഷ്ടത്തിലല്ല. ആ മേഖലകളിലെല്ലാം ചെറിയ ചെറിയ പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ മാറ്റിയെടുക്കാനും അത്തരം ഷോപ്പുകളെ കൂടുതൽ ആധുനികവൽക്കരിക്കാനും മെച്ചപ്പെട്ട നിലയിലേക്ക് മാറ്റാനുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ആലോചിക്കുന്നത്. സപ്ലൈകോയുടെ 50ാം വാർഷികാഘോഷ പരിപാടികൾ ഈ മാസം 25-ാം തീയതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്നും മന്ത്രി GR അനിൽ അറിയിച്ചു. സപ്ലൈകോ ആസ്ഥാനത്തും സപ്ലൈകോയുമായി ബന്ധപ്പെട്ട സർക്കാരിലും കെട്ടിക്കിടക്കുന്ന ഫയലുകൾക്ക് അദാലത്ത് നടത്തി പരിഹാരം കാണുമെന്നും മന്ത്രി പറഞ്ഞു. മലബാർ മേഖലയിലെ +1 സീറ്റ് വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം കാണുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട് ജില്ലകളിൽ നിന്നുമുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും അതത് പ്രദേശങ്ങളിൽ തന്നെ തുടർ പഠനത്തിന് പരമാവധി സൌകര്യമൊരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. +1 അലോട്ട്മെന്റിന്റെ 3 ഘട്ടങ്ങൾ പൂർത്തിയായിട്ടും പലർക്കും സീറ്റ് ലഭിച്ചിട്ടില്ലെന്ന വിഷയം മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. മലബാറിലെ +1 സീറ്റുകൾ സംബന്ധിച്ച പ്രശ്നത്തിൽ മാർജിനൽ ഇൻക്രീസ് നൽകുന്നതിന് പകരം സംസ്ഥാന സർക്കാർ ബാച്ചുകളുടെ എണ്ണം കൂട്ടണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പറവൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 30% മാർജിനൽ ഇൻക്രീസ് നൽകുമ്പോൾ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം 75 ഉയരുമെന്നും ഇത് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തെ ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിഷയത്തിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു.
മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന് നേരെ കോഴിക്കോട് UDSF പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. +1 സീറ്റ് വിഷയത്തിലായിരുന്നു പ്രതിഷേധം. NGO യൂണിയൻ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു മുഖ്യമന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. രാജ്യത്ത് പുതുതായി ക്രിമിനൽ നിയമങ്ങൾ ജൂലൈ 1 പ്രാബല്യത്തിൽ വരികയാണ്. ഇതേക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക ചർച്ച നാളെ രാത്രി 8:15 പ്രക്ഷേപണം ചെയ്യും. തമിഴ്നാട് കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ മരണം 54ആയി. അനധികൃത മദ്യനിർമ്മാണത്തിലും വിപണനത്തിലും ഉൾപ്പെട്ടവർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് തമിഴ്നാട് സർക്കാർ നിർദ്ദേശം നൽകി. വിഷയത്തിൽ അടിയന്തര ചർച്ച ആവശ്യപ്പെട്ട് AIADMK അംഗങ്ങൾ ഇന്ന് നിയമസഭയിൽ പ്രതിഷേധിച്ചു. എന്നാൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമമെന്ന് സ്പീക്കർ M. അപ്പാവു ആരോപിച്ചു. സർക്കാരിനെതിരെ വിവിധയിടങ്ങളിൽ BJPയുടെ നേതൃത്വത്തിലും പ്രതിഷേധം നടത്തി. കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് എക്സൈസ് വകുപ്പിന്റെ നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കാൻ മന്ത്രി MB രാജേഷ് നിർദ്ദേശിച്ചു. അതിർത്തി പ്രദേശങ്ങളിൽ പോലീസ്, വനം, മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങിയവയുമായി ചേർന്ന് പരിശോധനകൾ ശക്തമാക്കും. ഇതിൽ പൊതുജനങ്ങളുടെ സഹകരണം വേണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം ജില്ലയിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ചൊവ്വാഴ്ച വരെ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വർക്കല തിരുവമ്പാടി ബീച്ചിന് സമീപം തിരയിൽപ്പെട്ട് തമിഴ്നാട് സ്വദേശി മരിച്ചു. മധുര സ്വദേശി രഘുവാണ് മരിച്ചത്. ലൈഫ് ഗാർഡിന്റെ നിർദ്ദേശം അവഗണിച്ച് കടലിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് തിരയിൽപ്പെട്ടത്. 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിൽ സൂപ്പർ 8-ൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. രാത്രി 8 മണിക്കാണ് മത്സരം. രാവിലെ നടന്ന മത്സരത്തിൽ അമേരിക്കയ്ക്കെതിരെ വെസ്റ്റ് ഇൻഡീസ് 9 വിക്കറ്റിന് വിജയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബംഗ്ലാദേശിൽ നിന്നും ചികിത്സയ്ക്കായി ഇന്ത്യയിലെത്തുന്നവർക്ക് മെഡിക്കൽ വിസ ആരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അർബുദത്തെ അതിജീവിച്ചവർ പ്രതിസന്ധികൾ നേരിടാൻ സമൂഹത്തിന് പ്രചോദനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലബാർ മേഖലയിലെ +1 സീറ്റ് വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണുമെന്ന് മന്ത്രി V. അബ്ദുറഹ്മാൻ. വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പ്രതിപക്ഷം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. മലപ്പുറത്ത് ഇന്ന് ചുവപ്പ് ജാഗ്രത. 7 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ്. മത്സ്യബന്ധനത്തിന് വിലക്ക്. 2020 ലോകകപ്പ് സൂപ്പർ 8-ൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.